പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും സനാതനം ധർമ്മപാഠശാലയുടെ വിഷുദിനാശംസകൾ നേരുകയാണ്. രാജേഷ് നാദാപുരമാണ്. വിഷു എന്ന വാക്കിന്റെ അർത്ഥം തുല്യമായത് എന്നാണ്. രാവും പകലും തുല്യമാകുന്നു. ഒപ്പം കാർഷികതയുടെ നാടായ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് ഇത്തരം ഉത്സവങ്ങൾ പല പേരുകളിൽ, പല രൂപത്തിലും ഭാവത്തിലും ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങളിലുമുണ്ട്. മലയാളികളായ നമ്മളെ സംബന്ധിച്ച് വിഷു എന്നാൽ ഏറ്റവും പ്രധാനമാണ് വിഷു കണി, വിഷു കൈനീട്ടം, വിഷു സദ്യ, വിഷുവിന് പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കുന്നത്. ഇതെല്ലാം വിഷുവിന്റെ ആഘോഷങ്ങളിൽ പലതാണ്. വിഷുക്കണി എന്ന് പറയുമ്പോൾ ധാന്യങ്ങളും പഴങ്ങളും ഒപ്പം ഗ്രന്ഥവും സ്വർണ്ണനാണയവും എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ വിഷു ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ടുണരുമ്പോൾ ആ ഒരു വർഷം സമ്പൽ സമൃദ്ധമായ ഒരു വർഷത്തെ ഭഗവാൻ നമുക്ക് നൽകുന്നു. കാരണം നമുക്ക് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ മഴ ലഭിക്കണം, കാലാവസ്ഥ അനുകൂലമായിരിക്കണം, ഒപ്പം പ്രകൃതിയുടെ അനുഗ്രഹവും വേണം. അതുകൊണ്ട് എന്നെ ഊട്ടി വളർത്തുന്ന ഈ പ്രകൃതിയെ, അതിൻ്റെ ഏറ്റവും നല്ല ഫലങ്ങളെ കണി കണ്ടുണരുക എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു ദിവസം വിഷുക്കണിയായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. വിഷു കൈനീട്ടം കുടുംബത്തിലെ മുതിർന്നവർ പ്രായം കുറഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് സ്വർണ്ണ നാണയവും വെള്ളിയുടെ നാണയവും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ആ കാലം മാറി ഇന്ന് കറൻസിയുടെ കാലഘട്ടമാകുമ്പോൾ അത് കൊടുക്കുക ഭയഭക്തി ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുക. എന്താണ് ഭയം, ഭക്തി, ബഹുമാനം? ഭയം, പണം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ നശിച്ചു പോകും. പണം ഉണ്ടാക്കുവാനും പണം ചിലവഴിക്കുവാനും കൃത്യമായിട്ട് അതിനോടുള്ള ഒരു ഭയഭക്തി ബഹുമാനം, പണത്തിനോട് നമുക്ക് ഭക്തി ഉണ്ടാവണം. നമ്മുടെ ഒരു ദൈവത്തിന്റെ പേര് തന്നെ കുബേരൻ എന്നാണ്. 33 കോടി ദൈവങ്ങളിൽ കുബേരൻ വൈശ്രവണനെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതായത് പണത്തിനോട്, സമ്പത്തിനോട് ഭയവും ഭക്തിയും ബഹുമാനവും. ഭയം എന്ന് പറയുമ്പോൾ ഒരു ഭീരുവിന്റെ ഭയമല്ല, അത് ഏറ്റവും നന്നായിട്ട് നമ്മൾ അച്ഛനെ ഭയക്കുന്നു അല്ലെങ്കിൽ ഗുരുനാഥനെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ധർമ്മത്തോടുള്ള ഭയമാണ്. ആ ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവണം. നിയമത്തോടും ധർമ്മത്തോടും പണത്തോടുമുള്ള തീർച്ചയായും ഉള്ളൊരു ഭയ, ഭക്തി, ബഹുമാനം. ഇത് മൂന്നും വിഷു കൈനീട്ടം സ്വീകരിക്കുന്ന വ്യക്തിക്കുണ്ടാകണം. കൊടുക്കുന്ന വ്യക്തി നന്മ നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി അത് കൊടുക്കണം. എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും സമ്പൽ സമൃദ്ധമായിട്ട് വരുന്ന ഒരു വർഷം ജീവിക്കുവാൻ ഇത് ഒരു പ്രതീകമാകട്ടെ. അതുപോലെ തന്നെയാണ് കണിക്കൊന്ന. ഈ വിഷുവിന്റെ ഏപ്രിൽ മാസത്തിൽ പൂക്കുന്ന കണിക്കൊന്ന അതിമനോഹരമായ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരിക്കലൊരു ബാലൻ ഭഗവാന്റെ ബാലരൂപം കാണണമെന്ന്, ശ്രീകൃഷ്ണന്റെ ബാലരൂപം കാണണമെന്ന് വാശി പിടിച്ചു. അവൻ അതിനുവേണ്ടി ഒരുപാട് തപസ് ചെയ്തു. ഭഗവാന് ആ കുട്ടിയിൽ വളരെ വാത്സല്യം തോന്നി. ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ വന്നിട്ട് മുന്നിൽ നിന്ന് ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങേ കാണുക എന്നതിലുപരി മറ്റൊന്നും എനിക്ക് വേണ്ട, നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ ഒന്ന് കാണുക, അതിലുപരി മറ്റൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ അതിമനോഹരമായിട്ടുള്ള ഒരു അരഞ്ഞാണം ഭഗവാന്റെ കഴുത്തിൽ, ഭഗവാന്റെ അരയിൽ കെട്ടിയ അരഞ്ഞാണം എടുത്തിട്ട് കുഞ്ഞിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞ് അരയിൽ കെട്ടി അത് നടന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്ന് അരഞ്ഞാണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ഖ്യാതി പരക്കുന്നത്. അത് ഈ കുഞ്ഞ് മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഈ കുഞ്ഞിന്റെ അമ്മക്ക് വലിയ വിഷമമുണ്ടായി. കുഞ്ഞിനെ അരയിൽ നിന്ന് ഈ അരഞ്ഞാണം അഴിച്ച് അമ്മ വലിച്ചെറിഞ്ഞു. എൻ്റെ മകനെ കള്ളനാക്കുന്നതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു കൊന്നമരത്തിൽ അത് സ്പർശിക്കുകയും ഉടനടി ആ മരം മുഴുവൻ മഞ്ഞ പൂക്കൾ കൊണ്ട്, അതായത് ഏകദേശം സ്വർണത്തിന്റെ നിറമുള്ള പൂക്കൾ കൊണ്ട് നിറയുകയും ചെയ്തപ്പോ സമസ്ത ലോകവും അമ്മയുടെയും കുഞ്ഞിന്റെയും കാൽക്കൽ വീണു മാപ്പ് പറഞ്ഞു. ഭഗവാന്റെ വരദാനമായിരുന്നു ആ കുഞ്ഞിന് കിട്ടിയതെന്ന് ലോകം മനസ്സിലാക്കി. അപ്പൊ അത് ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കണിക്കൊന്നയുടെ സങ്കല്പവും നമുക്കുള്ളത് എന്ന് കൂടി മനസ്സിലാക്കണം. നരകാസുരനെ വധിച്ച ദിവസവുമായിട്ട് വിഷു ആചരിക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അങ്ങനെ അനേക സങ്കല്പങ്ങൾ നിറഞ്ഞതാണ് വിഷു. വിഷു സദ്യ എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് കുടുംബത്തെ ഒന്നിപ്പിക്കുന്നത് കൂടിയാണ് ഓണം, വിഷു, അതുപോലെ നമ്മുടെ ഉത്സവങ്ങളെല്ലാം.
അപ്പൊ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് സന്തോഷങ്ങൾ മാത്രം പങ്കിട്ട്, അതുപോലെ ഈ വെളിച്ചത്തെ വിതറുന്നതാണ് പടക്കങ്ങൾ. രാത്രികാലങ്ങളിൽ ഒത്തിരി പൂത്തിരികളെല്ലാം കത്തിച്ച് ആഹ്ലാദിച്ചുകൊണ്ട് ഒന്നിച്ചിരുന്നു കൊണ്ട് വിഷുവിന്റെ കണി കണ്ടുകൊടുന്ന് വിഷുവിന്റെ സദ്യ ഉണ്ട്, വിഷു കൈനീട്ടം വാങ്ങി, അങ്ങനെ സമത്വ സുന്ദരമായി ജീവിക്കുവാൻ ഒരു നല്ല ദിവസമായിട്ടാണ് വിഷുവിനെ, ഈ മഹത്തായ ആഘോഷത്തെ മലയാളികളും നമ്മുടെ ആചാര്യന്മാരും എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ല ഒരു വിഷു ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.